ലോകത്തിലാകെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. എന്നാൽ ആ വളർച്ചയുടെ ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, സോഷ്യലിസ്റ്റ് ശക്തികൾക്ക് ചില തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട്. ആ തിരിച്ചടികളെ അതിജീവിക്കാൻ ഓരോ രാജ്യത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നൊരു പ്രത്യേകത, വലതുപക്ഷ തീവ്രവാദ ശക്തികൾ ശക്തിപ്പെടുന്ന ലക്ഷണങ്ങളും ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. അതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കേണ്ട നയങ്ങളും അടവുകളും ആവിഷ്കരിക്കും. ഈ പ്രായപരിധി പാർട്ടിയുടെ ഒരു തീരുമാനമാണ്, പൊതു തീരുമാനമാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് വേണ്ടി മാത്രം അതിൽ ഇളവ് നൽകുക എന്നുള്ളത് ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ എതിരാളികൾക്ക് അവർ വല്ലാത്ത ഭയപ്പാടോടുകൂടി കാണുന്ന ചില സംഭവങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. പിണറായി വിജയൻ അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ് ആ ഇളവ് ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയിലുള്ളത്? അങ്ങനെ ആരും ശ്രദ്ധയിൽപ്പെടുന്നു? മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ, വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും. ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരണത്തിലുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രം ആ പ്രായപരിധി ഇളവ് നൽകുന്നതാണോ? എങ്ങനെ? ഞാൻ ചോദിച്ചത് പാർട്ടിയുടെ കേഡർ സിസ്റ്റത്തിന്റെ ഭാഗമായി അതും ഈ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട വിഷയങ്ങളും രണ്ടല്ലേ? ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമേ അല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, പാർട്ടി കോൺഗ്രസ്, ഇതെല്ലാം അതാത് ഘടകങ്ങൾ, പാർട്ടി സംഘടനകൾ അതാത് കാലഘട്ടത്തിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് ചില നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ 3 വർഷത്തിലൊരിക്കലാണ് പാർട്ടി കോൺഗ്രസ്. അടിയന്തരാവസ്ഥയിൽ പാർട്ടി കോൺഗ്രസ് ഉണ്ടായില്ലല്ലോ. അടിയന്തരാവസ്ഥയിൽ പാർട്ടി കോൺഗ്രസ് ചേരാൻ കഴിയാത്തത് കൊണ്ട് പാർട്ടി കോൺഗ്രസ് നടന്നില്ല. പിന്നീട് 5 വർഷത്തിന് ശേഷമാണ് പാർട്ടി കോൺഗ്രസ് ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൻ്റെ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതിൽ ഏറ്റവും ശരിയായ നിലപാടുകളാണ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റ് പറ്റാതിരിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട ശരികൾ മാത്രം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പരിശ്രമിക്കും. ഈ സംസ്ഥാന നേതൃത്വത്തിൽ ഈ പ്രായപരിധിക്കപ്പുറത്തേക്ക് ഇത്തവണ നേതാക്കൾ തുടരും, കുറച്ചധികം ആളുകൾ അങ്ങനെ പ്രായപരിധിയുടെ രീതിയിൽ നിൽക്കുന്നുണ്ടല്ലോ, അവർ തുടരും എന്നതാണോ? ഞാനീ പറഞ്ഞ ഈ പ്രായപരിധിയൊന്നും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമേ അല്ല. അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഘട്ടമാണ് ഉണ്ടാക്കുക. പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ആലോചിക്കുക. അല്ലാതെ മുൻകൂട്ടി ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാകും, ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാവില്ല, ഇന്നാൾ സെക്രട്ടറി ആയിരിക്കും, ഇന്നാൾ സെക്രട്ടറി ആയിരിക്കില്ല, ഇന്നാൾ കളവ് കൊടുക്കും, ഇന്നാൾ കളവ് കൊടുക്കില്ല, ഇങ്ങനെയുള്ളൊരു നിലപാടൊന്നും പാർട്ടിക്കില്ല. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടുകൾ പാർട്ടി സ്വീകരിക്കും. പ്രായപരിധിയുടെ ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതിൽ പ്രതികരിച്ചു കഴിഞ്ഞു. പിണറായി പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ടെന്ന് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളും ആ സൂചന നൽകി കഴിഞ്ഞു. അപ്പം ഒരാൾക്ക് വേണ്ടി മാത്രമാണോ ഈ ഇളവ്? അതാണ് ഈ കേഡർ സിസ്റ്റത്തിൽ അത് യോഗ്യമാണോ എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്. അതൊന്നും ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. അതെപ്പോഴും ചർച്ച ചെയ്യുക. ആ കമ്മിറ്റിയുടെ ഘടനയുടെ ഘട്ടങ്ങളിലാണ് കമ്മിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് യഥാർത്ഥത്തിൽ ഈ
കേഡർ പാർട്ടി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു അവ്യക്തതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയമായും ശരിയായ നിലപാട് സ്വീകരിച്ചു പോകും. ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. സംഘടനാപരമായി ആലോചിക്കേണ്ട കാലഘട്ടങ്ങളിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. തുടർഭരണം കിട്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പിണറായി തന്നെ ആയിരിക്കുമോ നയിക്കുക? ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? പാർട്ടി ഇപ്പോൾ മുന്നിൽ കാണുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തി തന്നെയാണോ? ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത്? ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സല്ലേ. ഇങ്ങനെ സംശയിക്കുകയും ഇങ്ങനെ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സതുദ്ദേശപരമായ ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല.